സ്കൂളുകൾ അടച്ചു, വെക്കേഷൻ തുടങ്ങി, എക്സാംസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കുട്ടികൾ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരിക്കും. ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല, ജാഗ്രത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത്, സ്കൂൾ അടച്ച നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നതാണ് കുട്ടികൾ അവരുടെ ക്ലാസ്സിലെ ആളുകളെ വെച്ചിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. കുട്ടികൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഒരു മോബ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് പറയുക, നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് മാറും, നമ്മൾ സംസാരിക്കുന്നത് മാറും, നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിനെ മോബ് സൈക്കോളജി എന്നാണ് പറയുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്ന കോൺവെർസേഷൻസ്, മോബ് സൈക്കോളജി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടെ നമ്മളുടെ മക്കൾ അവരെ പോലും മറന്ന് അവർ ഇടപെടാൻ തുടങ്ങും. എറണാകുളത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടന്ന കോൺവെർസേഷന്റെ പുറത്താണ്, അതിലൂടെ നടന്ന ബുള്ളിങ്ങിന്റെ പുറത്താണ്. നിങ്ങളുടെ മക്കൾക്ക് അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ വെച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ മക്കളോട് പറയുക. കാരണം അവർ വല്ലാതെ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജിൽ സംസാരിക്കാം. വാട്സപ്പ് ഗ്രൂപ്പ് അതിന്റെ ഉപകാരത്തിന്റെ എത്രയോ 10 മടങ്ങ് ഉപദ്രവമാണ് അതിലൂടെ വരിക, ബുള്ളിങ് ആണ് അതിൽ വരിക, കമ്പാരിസൺസ് ആണ് വരിക. ഈവൻ സൂയിസൈഡ് പോലും ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ്. രക്ഷിതാക്കൾ കാണുന്നതിനും അപ്പുറത്താണ് ഇൻസ്റ്റഗ്രാമിന്റെ സീക്രട്സ് എന്ന് പറയുന്നത്. 18 വയസ്സ് വരെ ആവുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം കൊടുക്കാൻ പാടില്ല എന്ന് ഇൻസ്റ്റഗ്രാമിന്റെ കമ്പനി ഓൺ ചെയ്യുന്ന മാർക്ക് സുക്കർബർഗ് പോലും പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ സീക്രട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന ട്രാപ്സ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറമാണ്. 12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി MDMA പോലത്തെ മാരകമായ ലഹരി പദാർത്ഥം ഉപയോഗിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന കണക്ഷന്റെ പേരിലാണ്. 10 വയസ്സുള്ള സഹോദരിക്ക് MDMA കൊടുക്കുന്നതിലേക്ക് ആ കുട്ടിയെ നയിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ നടന്ന ഒരു കോണ്ടാക്റ്റിന്റെ വഴിയാണ്. ഒരു കോഴിക്കോട് നിന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്ന് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലഹരിയുടെ ക്യാരിയറായി മാറിയത് ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന കണക്ഷൻസ് ആണ്. അപ്പം നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കും എൻ്റെ മോള് സേഫാണ്, എൻ്റെ മോന് സേഫാണ്, അതിരുവിട്ട കാര്യങ്ങളൊന്നും മക്കൾ ചെയ്യില്ല എന്നുള്ളത്. ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ടല്ലോ, അതാണ് ചിലപ്പോൾ നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നതിലേക്ക് വഴിയൊരുക്കുന്നത്. നമ്മൾ എത്ര തന്നെ സേഫാക്കി വെച്ചാലും ഇൻസ്റ്റഗ്രാമിൽ ബാക്കിയുള്ള ആൾക്കാർ സേഫ് അല്ല. നമ്മൾ എത്ര നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്താലും എതിരെ വരുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആക്സിഡന്റ് കാരണമാകുമ്പോൾ അതിന് നമ്മളെയും കൂടെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നില്ലേ? അപ്പോൾ നമ്മുടെ മക്കൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഇൻസ്റ്റഗ്രാമിന്റെ ലോകം നമ്മൾ വിചാരിക്കും, അവരുടെ കോൺവെർസേഷൻസും ചാറ്റ്സും നമുക്ക് കാണാൻ പോലും പറ്റാത്ത തരത്തിലാണ്, സീക്രട്ട് ആയിട്ട് രീതിയിലാണ് അവരുടെ കോൺവെർസേഷൻസ് നടക്കുന്നത്. സീക്രട്ട് ആയ രീതിയിലാണ് ഡ്രഗ്സിന്റെ ഡീല് നടക്കുന്നത്, പ്രണയത്തിന്റെ പേരിലുള്ള ഇടപെടലുകൾ നടക്കുന്നത് സീക്രട്ട് ആയിട്ടുള്ള രീതി.